നമസ്കാരം, എൻ്റെ പേര് ജൂന. ഞാൻ പള്ളുരുത്തി SDPY ITയിലെ 1ാം വർഷ DLD വിദ്യാർത്ഥിനിയാണ്. പരിസരപഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രാദേശിക വ്ലോഗ് എടുക്കാനുണ്ട്. അതിന്റെ ഭാഗമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ മൊറാഴയാണ് എൻ്റെ ഗ്രാമം. ഒരുപാട് ചരിത്രമുറങ്ങുന്ന നാടാണ് മൊറാഴ. ചരിത്രപ്രസിദ്ധമായ മൊറാഴ സ്മാരക സ്തൂപത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. 1940 സെപ്റ്റംബർ 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി സാധാരണ ജനങ്ങളടക്കമുള്ള മൊറാഴയിലെ ജനങ്ങൾ, കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ KPR ഗോപാലൻ്റെയും മറ്റു നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരമാണ് മൊറാഴ സമരം. മൊറാഴക്കാരുടെ സായാഹ്നങ്ങൾ ആനന്ദകരമാക്കുന്ന ഒരു സ്ഥലമാണ് വെള്ളിക്കൽ എക്കോ പാർക്ക്. കേരള സർക്കാർ ടൂറിസം വകുപ്പിൻ്റെ ഒരു എക്കോ ടൂറിസ്റ്റ് പദ്ധതിയാണ് ഇത്. കുടുംബമായും സുഹൃത്തുക്കളായും വന്ന് സമയം ചിലവഴിക്കുന്നത് ഇവിടെ പതിവാണ്. ഇരിക്കാനുള്ള ഇരിപ്പിടവും ഊഞ്ഞാലുകളും പലതരം ഭക്ഷണശാലകളും ഇവിടെ സജ്ജമാണ്. ഒരുപാട് പുഴമത്സ്യങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ് വെള്ളിക്കൽ. വിഷമില്ലാത്ത മീൻ നിങ്ങൾക്ക് കഴിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രകൃതി രമണീയമായ സ്ഥലത്തിന് ആസ്വദിക്കുകയും ചെയ്യാം, നല്ല നല്ല പുഴമീൻ മേടിക്കുകയും ചെയ്യാം. പുഴമീനിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞണ്ട്, ചെമ്മീൻ, മാലാൻ എന്ന് പറഞ്ഞ പരല്, നെങ്കല്, അങ്ങനെ വേരിയസ് മീനുകളാണ് കിട്ടുക. മൊറാഴയ്ക്കടുത്തുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പറശ്ശിനിക്കടവിനടുത്തുള്ള സ്നേക്ക് പാർക്കും വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കും. സ്നേക്ക് പാർക്കിൽ വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പല ഇനം പാമ്പുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വംശനാശം സംഭവിക്കാനിടയുള്ള പലതരം ജീവികളുടെയും സംരക്ഷണത്തിനും വളർച്ചയ്ക്കും ഈ പാർക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയ്ക്കടുത്ത് മാങ്ങാട്ടുപറമ്പിലെ ഒരു പുണ്യസ്ഥലമാണ് നീലിയാർ കോട്ടം. കളകാട്ട് തന്ത്രിൻ്റെ ഒന്നിച്ച് മണത്തണയിൽ നിന്ന് വന്നതാണ് ഇവിടുത്തെ അമ്മ. നരിയും പശുവും ഒന്നിച്ച് മേയുന്ന സ്ഥലത്ത് ആണ് പിന്നെ അവരുടെ ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെയാണ് അവിടുന്ന് പുറപ്പെടുമ്പോൾ ആ ശരീരം ഉണ്ടായിരുന്നത്. നരിയും പശു എന്ന് പറഞ്ഞാൽ സാത്വിക സ്വഭാവം, താമസ സ്വഭാവം കൂടി യോജിക്കുന്ന ഒരു പ്രതിഭാസം. അതാണ് ഈ പറഞ്ഞതിൻ്റെ മറ്റൊരു പൊരുൾ. ഇതാണ് നീലിയാർ കോട്ടത്തെ നരിമട. ഇത് കണ്ണൂരിന്റെ സ്വന്തം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഏത് മതവിഭാഗക്കാർക്കും ഇവിടെ പ്രവേശിക്കാവുന്നതാണ്. കേട്ട നേരം തമ്പൂരാൻ മെല്ലെ നോക്കേ, ആരില്ലെന്നു തരം ബാക്കിയായി. ഇതാണ് എൻ്റെ ഗ്രാമം. വയലുകളും തോടുകളും നിറഞ്ഞ, കർഷകരും തൊഴിലാളികളും ജീവിക്കുന്ന സമര പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ നാട്.